Hey guys, welcome back. അപ്പോൾ എഡിറ്റിംഗ് സീരീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ 2 ഫോട്ടോസ് എഡിറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഇതാണ്. ഇത് എഡിറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെയാക്കും. രണ്ടാമത്തെ ഫോട്ടോ ഇതാണ്. ഇത് എഡിറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെയാക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് എടുത്തതെന്ന് കാണണമെങ്കിൽ വീട്ടിലേക്ക് എഴുതാപ്പുകൾ എന്ന സീരീസിലുള്ള വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ എഡിറ്റിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫോട്ടോ ഞാൻ ഫോട്ടോഷോപ്പ് എക്സ്പ്രസ്സിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആപ്സിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ ആദ്യം എനിക്കിത് ക്രോപ്പ് ചെയ്ത് എനിക്ക് ആവശ്യമുള്ള ഫ്രെയിമിലേക്ക് ആക്കി മാറ്റണം. അതിന് ആദ്യം അത് ചെയ്യാം. ഓക്കെ, അത് മതി. ഇപ്പോൾ ഏകദേശം സെൻറ്ററുമാണ്. ഇതൊരു ചെറിയൊരു ചെരിവുള്ള പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് അതും ഒന്ന് കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി കളർ കറക്ഷൻ. അപ്പോൾ ആദ്യം ക്ലാരിറ്റി കൂട്ടുക. ഓബിയസ്ലി ഇതിന് ക്ലാരിറ്റി ഉള്ളതാണ് നല്ലത്, ഷാർപ്നെസ്സും ഉള്ളതാണ് നല്ലത്. അപ്പോൾ ഷാർപ്നെസ്സും ഫുള്ളാക്കുക. ലൂമിനസ് നോയ്സും കുറയ്ക്കുക. എന്തായാലും നോയ്സ് ഉണ്ടാകും, കാരണം ISOയിൽ എടുത്ത ഫോട്ടോ ആണ്. കളർ നോയ്സും കുറയ്ക്കുക. ഡീഹേസ് ചെയ്യുക. ഡീഹേസ് ആണ് ഞാൻ ചെയ്യുന്ന എഡിറ്റുകളിൽ മെയിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സാധനം. ഇപ്പോൾ ഫോട്ടോ ഇരുണ്ട് പോയി, അത് കുഴപ്പമില്ല. നമുക്ക് ഹൈലൈറ്റ്സും എക്സ്പോഷറും കൂട്ടുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഫോട്ടോ വരും. കോൺട്രാസ്റ്റും വേണം. ഹൈലൈറ്റ്സ് കൂട്ടുക. വൈറ്റ്സും കൂട്ടുക. ബ്ലാക്ക്സ് അങ്ങനെ ഡൗട്ടുള്ള സമയത്ത് കൂട്ടി നോക്കുക, കുറച്ച് നോക്കുക ഏതാ ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, കുറഞ്ഞിരിക്കുന്നതല്ല. ടെമ്പറേച്ചർ കുറച്ച് കൂട്ടാം. ഓക്കെ, ടിൻറ്റും കുറച്ച് വയലറ്റ് നിറത്തിലേക്കാക്കുക. വൈബ്രൻസ് കൂട്ടുക. സാച്ചുറേഷൻ കൂട്ടാം. ഓക്കെ, ഇതിലെത്ര മതി. ഓക്കെ, രണ്ടാമത് എഡിറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഫോട്ടോയാണ്. ഇതിൽ ഫസ്റ്റ് തന്നെ ശ്രദ്ധിക്കുന്നത് സെൻട്രലല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഫോട്ടോഷോപ്പ് എക്സ്പ്രസ്സിലേക്ക് ഷെയർ ചെയ്തു. ഇനി ക്രോപ്പ് ചെയ്ത് സെൻറ്ററിലേക്ക് മാറ്റണം ഡ്രോപ്പിനെ. ആ മുകളിലുള്ള പ്ലേറ്റിൻ്റെ പുറത്തേക്കുള്ള ഭാഗം കൂടെ ഒഴിവാക്കാം. ഓക്കെ, ഇത്ര മതി. ഇനി ഇത് ഒബിയസ്ലി ക്ലാരിറ്റി വേണം, ഷാർപ്നെസ്സും വേണം. ഇത് രണ്ടും ഫുള്ളാക്കി. ലൂമിനസ് നോയ്സ് റെഡ്യൂസ് ചെയ്തു, കളർ നോയ്സ് റെഡ്യൂസ് ചെയ്തു, ഡീഹൈസും ചെയ്തു. ഇതൊക്കെ എന്താണെന്നുള്ളതൊക്കെ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതറിയില്ലെങ്കിൽ അത് കണ്ടിട്ട് തിരിച്ചു വരിക. ഇപ്പോൾ തന്നെ ആ ഫോട്ടോ കംപ്ലീറ്റ്ലി മാറി. ഇങ്ങനെ ഉണ്ടായിരുന്നതാണ്. ആകെ 4 സാധനങ്ങൾ മാറ്റിയപ്പോഴത്തേക്ക് ഇത്രയും എത്തി. എനിക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ DI ചെയ്തപ്പോൾ കുറേ കൂടി ഇരുണ്ട് പോയി. അത് കുറച്ചൊന്ന് ബ്രൈറ്റ്നസ് കൂട്ടാം. കോൺട്രാസ്റ്റും കുറച്ച് കൂട്ടാം. ഹൈലൈറ്റ്സ് കൂട്ടാം. ഷാഡോസ് കുറയ്ക്കാം. ബ്ലാക്സും കുറച്ച് കുറയ്ക്കാം. ഓക്കെ, ഇനി ടെമ്പറേച്ചർ കൂട്ടിയാൽ മഞ്ഞ നിറം വരും, കുറച്ചാൽ നീല നിറം വരും. നമുക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് നോക്കിയിട്ട് അതിന് കണക്കാക്കി ഇടുക. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു നീല പ്ലസ് വയലറ്റാണ്. അതുകൊണ്ട് കുറച്ച് ടെമ്പറേച്ചർ കുറച്ച്. ടിൻറ്റ് കുറച്ച് പർപ്പിൾ സൈഡിലേക്ക് ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇനി വൈബ്രൻസും സാച്ചുറേഷനും കൂട്ടാം. ഇത്ര വയലറ്റ് വേണ്ട, നമ്മൾ ടിൻറ്റ് കുറച്ച് ഗ്രീനിഷ് സൈഡിലേക്ക് മാറ്റാം. ഓക്കെ, കുറച്ചുകൂടെ ഒന്ന് ഡീഹൈസ് ചെയ്ത് നോക്കാം. വേണ്ട, ടു മച്ച്.
ഓക്കെ, അത് മതി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും വരും. പിന്നെ ഞാൻ എടുത്ത ഫോട്ടോസ് കാണുന്നുണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. എപ്പർ ടെറസ് ഓഫ് ഫോട്ടോസ് എന്നാണ് പേര്. ഓക്കെ, അപ്പോൾ സീ യു നെക്സ്റ്റ് ടൈം.